ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു സിമ്പിൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാണ് മുളക് പൊടിയും മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾ പൊടിയും ചേർത്ത് ഒരു ഹാഫ് ആൻ അവർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാണ്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ആ ചിക്കനെല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി കുറച്ച് എണ്ണ അതിനകത്ത് കാണും. നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇത് ഇത്രയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് വേണ്ടത് മല്ലിപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി, ഇച്ചിരി എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി അല്ലാതെ ആഡ് ചെയ്യണം, കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ ഒരു നുള്ള് മസാലപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വെള്ളം പറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ആ എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു വരും. ആ ഒരു പരുവം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കുക്കായി വരട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തപ്പം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പം നല്ലവണ്ണം വെള്ളമൊക്കെ പറ്റിയ നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.